അപ്പോൾ ഇനി എന്തായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഈ പാകിസ്ഥാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുമോ? ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. പാകിസ്ഥാൻ ഇന്ന് വരെ, അതായത് പാകിസ്ഥാൻ്റെ പാഠപുസ്തകങ്ങൾ പ്രകാരം 1965, 71, 99, 2019 ഈ വർഷങ്ങളിലൊക്കെ പാകിസ്ഥാൻ വലിയ വിജയമാണ് ഇന്ത്യക്ക് നേരെ നേടിയിരിക്കുന്നത്. മിക്കവാറും കഴിഞ്ഞ 2020 വേൾഡ് കപ്പും അവർ വിജയിച്ച് കാണാനാണ് സാധ്യത, പാകിസ്ഥാനിലെ പത്രങ്ങളും പുസ്തകങ്ങളൊക്കെ നോക്കിയാൽ. അപ്പം അവരിതും അവരുടെ വിജയമാണ് എന്നുള്ള രീതിയിലാണ് ആഘോഷിക്കുന്നത്. പക്ഷേ ഈ സീസ് ഫയറും അവർ ലംഘിക്കാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഇത്തവണ ഇന്ത്യ വളരെ ശക്തമായ മറുപടിയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് പാകിസ്ഥാൻ അറിയാവുന്നൊരു കാര്യം, ഇന്ത്യക്ക് വേണമെങ്കിൽ, ഇന്ത്യൻ എയർഫോഴ്സിന് വേണമെങ്കിൽ കയറി ലാഹോറിലോ കറാച്ചിയിലോ അല്ലെങ്കിൽ റാവൽപിണ്ടിയിലോ ഒക്കെ ആക്രമിക്കാൻ പറ്റുന്ന രീതിയിൽ പാകിസ്ഥാൻ്റെ ഡിഫൻസ് സിസ്റ്റങ്ങൾ ഇന്ത്യ തകർത്തിട്ടുണ്ട് എന്ന കാര്യം വളരെ കൃത്യമാണ്. അതായത് ഇനി അടുത്തൊരു 2 വർഷത്തേക്ക് പാകിസ്ഥാൻ്റെ സൈഡിൽ നിന്നുണ്ടാകുന്ന ഏത് പ്രകോപനത്തിനും ശക്തമായ മറുപടി കൊടുക്കാൻ ഇന്ത്യക്ക് സാധിക്കും. എന്താണ് അവരുടെ വീക്ക് പോയിൻ്റ്, എന്താണ് സ്ട്രോങ് പോയിൻ്റ്, ഇതൊക്കെ വളരെ കൃത്യമായി നമുക്കറിയാം. മാത്രമല്ല ഇന്ത്യൻ നേവി നിലവിൽ നിൽക്കുന്ന അഗ്രസീവ് പൊസിഷനിൽ നിന്ന് എപ്പോഴാണ് പിന്നോട്ട് മാറാൻ പോകുന്നതെന്ന കാര്യവും പറഞ്ഞിട്ടില്ല. അതായത് കുറേ കാലം ഇന്ത്യൻ നേവി അവിടെ തന്നെ ഉണ്ടാവും. പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ വീക്ക് സ്പോട്ടാണ്. കാര്യം എയർഫോഴ്സ് കുറേയൊക്കെ പാകിസ്ഥാൻ്റെ കയ്യിലും വിമാനങ്ങളും കുറച്ച് സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യയുടെ നേവിക്ക് മുമ്പിൽ യാതൊരു രീതിയിലും പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവരുടെ വലിയൊരു ഭയം കറാച്ചിയുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പോകുന്ന ഇന്ത്യയുടെ ആക്രമണമായിരിക്കും. പിന്നെ ഇനി എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം നമുക്ക് ഊഹിക്കാവുന്നത്, പാലസ്തീൻ ഇസ്രായേൽ വിഷയം പോലെ ഒരു പക്ഷേ ഇന്ത്യ പാകിസ്ഥാൻ വിഷയവും വരുന്ന വർഷങ്ങളിൽ മാറിയേക്കാം. നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും പാകിസ്ഥാനിൽ നിന്ന് വരുന്ന തീവ്രവാദികൾ എവിടെയെങ്കിലും ഇന്ത്യക്കുള്ളിൽ ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിടാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ എത്ര സുരക്ഷ കൃത്യമാക്കിയെന്ന് പറഞ്ഞാലും 1-2 ആളുകൾക്ക് നുഴഞ്ഞു കയറാനും എവിടെയെങ്കിലുമൊക്കെ ബോംബ് പൊട്ടിക്കാൻ അല്ലെങ്കിൽ തോക്കെടുത്തുകൊണ്ട് വെടിവെക്കാനൊക്കെ സാധിക്കും. ആ സമയത്ത് ഇസ്രായേൽ പാലസ്തീനിലേക്ക് ചെയ്യുന്നത് പോലെ ഇന്ത്യ തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിക്കുകയും പാലസ്തീനിൽ അവിടുത്തെ കുട്ടികളെ മേക്കപ്പൊക്കെ ഇട്ട്, രക്തമൊക്കെ പുരട്ടി മേക്കപ്പൊക്കെ ഇട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രദർശിക്കുന്നത് പോലെ വരും കാലങ്ങളിൽ പാകിസ്ഥാനും പ്രദർശിപ്പിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതോടുകൂടിയിട്ട് പാകിസ്ഥാൻ എന്നൊരു രാജ്യം വർഷങ്ങളായി ഞങ്ങൾ ഒരു ആണവായുധ ശക്തിയാണ്, ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ ഇന്ത്യയെ തീർത്ത് കളയും, ഇത്തരം വാചാടോപങ്ങൾ ഇതോടുകൂടി അവസാനിച്ചു എന്ന് വേണം കരുതാൻ. ഇന്ത്യക്ക് കൃത്യമായി പാകിസ്ഥാൻ്റെ ശക്തി മനസ്സിലായി, എവിടെ ആക്രമിക്കണം എന്ന് മനസ്സിലായി, എങ്ങനെ ആക്രമിക്കണം എന്ന് മനസ്സിലായി. അത്ര വലിയൊരു വിജയവും നേടിയതിനു ശേഷം ഇനി എന്താണെന്ന് നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. കാര്യം ഈ കഴിഞ്ഞ 4 ദിവസങ്ങളിൽ ഇന്ത്യയുടെ പ്ലേ ബുക്ക് വളരെ കൃത്യമായിരുന്നു. എങ്ങനെ, എപ്പോൾ ചെയ്യണം, ഏത് രീതിയിൽ ആക്രമിക്കണം, എവിടെ ആക്രമിക്കണം, എത്ര പ്രിസൈസായി ആക്രമിക്കണം, അതിലേതൊക്കെ വെളിയിൽ വിടണം, എങ്ങനെ വെളിയിൽ വിടണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ സോഷ്യൽ മീഡിയ ഇന്ന് കാണുന്ന പല കാര്യങ്ങൾ, ഇന്നത്തെ ദിവസം കാണുന്ന പലതും കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് പാകിസ്ഥാൻ മീഡിയ അവരുടെ പത്രങ്ങളിലും അവരുടെ യൂട്യൂബ് ചാനലുകളിലും ഒക്കെ പ്രചരിപ്പിക്കുന്നതാണ്. അതായത് കേന്ദ്ര ഗവൺമെൻറ് പാകിസ്ഥാൻ ആക്രമണം തുടങ്ങിയതിന് ശേഷം ഉടൻ തന്നെ കേന്ദ്ര ഗവൺമെൻറ് ചെയ്തൊരു കാര്യം, പല പാകിസ്ഥാൻ യൂട്യൂബ് ചാനലുകളും ഇന്ത്യയിൽ നിരോധിക്കുകയായിരുന്നു. ആ ചാനലുകളൊക്കെ VPN ഒക്കെ വെച്ചിട്ട് നമുക്ക് അക്സസ് ചെയ്ത് കാണാൻ സാധിക്കും. ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ കുറച്ച് പാകിസ്ഥാൻ ചാനലുകൾ കണ്ടിരുന്നു. ആ കണ്ടിരുന്ന പല കാര്യങ്ങളുമാണ് ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെടുത്ത് പ്രചരിപ്പിക്കുന്നത്. അതിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, പാകിസ്ഥാൻ ആർമിയും അല്ലെങ്കിൽ പാകിസ്ഥാൻ സൈന്യം അവതരിപ്പിച്ച അവരുടെ വിജയത്തെക്കുറിച്ചിട്ടുള്ള ഒരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷനും ഇന്ത്യ ഇന്ന് അവതരിപ്പിച്ചത് തമ്മിലുള്ള പ്രധാന വ്യത്യാസമാണ്. പാകിസ്ഥാൻ്റെ പ്രസൻറ്റേഷൻ വേണമെങ്കിൽ ഇത് അതിൻ്റെ ഇമേജുകൾ 1-2 ഇതിൽ കാണിക്കാവുന്നതാണ്. കാണിച്ചാൽ നമുക്ക് മനസ്സിലാകും അത് എത്ര ഫാബ്രിക്കേറ്റഡ് ആണെന്ന്. ഇന്ത്യയുടെ 14 റാഫേലുകൾ ഒരു സൈഡിൽ നിരന്നു നിൽക്കുന്നു, പാകിസ്ഥാൻ്റെ വിമാനങ്ങൾ നിരന്നു നിൽക്കുന്നു. എങ്ങനെയാണ് പാകിസ്ഥാനെ ഇന്ത്യ ആക്രമിച്ചത്, ഇങ്ങനെ നമുക്ക് മനസ്സിലാകും. ഒരു രാജ്യവും അവരുടെ സൈനിക രഹസ്യങ്ങൾ കാണിക്കാത്തതുപോലെ ഒരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ, അവരുടെ ശക്തി കേന്ദ്രങ്ങൾ, അവരുടെ വിമാനങ്ങൾ, ഇത്ര വിമാനങ്ങൾ ഇന്ത്യ ആക്രമിക്കുന്ന സമയത്ത് അന്തരീക്ഷത്തിലുണ്ടായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് പഞ്ചാബിൽ വരെ പോയി, പാക് പഞ്ചാബിൽ വരെ പോയി ഇന്ത്യൻ സൈന്യം ആക്രമിച്ചത് കൃത്യമായി ഇന്ത്യ എന്നതിൻ്റെ വീഡിയോ അടക്കം പുറത്തു വിട്ടിട്ടുണ്ട്. അതായത് പാകിസ്ഥാൻ ഇന്നലെ കാണിച്ച പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ, അതാണ് ഇന്ന് പലരും
പാകിസ്ഥാൻ്റെ PR വർക്ക്, പാകിസ്ഥാൻ കൂടുതൽ കാര്യങ്ങൾ കാണിച്ചു എന്നൊക്കെ പറയുന്നത് അത് പച്ചക്കള്ളമാണ്. നമുക്കിത് കണ്ടാൽ മനസ്സിലാവും. എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് പാകിസ്ഥാൻ്റെ പ്രസൻറ്റേഷൻ ഒരു കാർ സെയിൽസ്മാൻ കാർ വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്നത് പോലൊരു പ്രസൻറ്റേഷനും ഇന്ത്യയുടേത് വളരെ കൃത്യമായി ഡേറ്റ വെച്ചിട്ട്, അതായത് പാകിസ്ഥാൻ ഒരു ഡേറ്റയും പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവരൊരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ വെച്ചിട്ട് ഒരു കഥ പറഞ്ഞു. ഇന്ത്യ എവിടെ എങ്ങനെ പ്ലാൻ ചെയ്തു, എങ്ങനെ എക്സിക്യൂട്ട് ചെയ്തു അടക്കമുള്ള മുഴുവൻ വിവരങ്ങളാണ് പുറത്തുവിട്ടത്. അതല്ലേലും നമുക്ക് ഇപ്പോൾ ഇന്ത്യ ആദ്യം മുതൽ തന്നെ ഒരു യുദ്ധത്തിന് എന്നുള്ള രീതിയിൽ ഇന്ത്യ ഒരിക്കലും പറഞ്ഞിരുന്നില്ല. അതായത് ഒരു എസ്കലേഷൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യ ഉദ്ദേശിച്ചിരുന്നത് ഇന്ത്യൻ മണ്ണിൽ വന്ന് ഭീകരപ്രവർത്തനം ചെയ്ത ഭീകരവാദികളുടെ ആസ്ഥാനങ്ങൾ നശിപ്പിക്കുക എന്നുള്ളതാണ്. അത് കൃത്യമായി ചെയ്യുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും, നിങ്ങൾ നിർത്തിയാൽ നിങ്ങൾക്ക് നല്ലത്, ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് കൃത്യമായി ചെയ്തത്. അതുതന്നെയാണ് എല്ലാ നമ്മുടെ ഡീബ്രീഫിങ്ങിലും പറഞ്ഞുകൊണ്ടിരുന്നതും ഇന്ന് നമ്മുടെ സൈനിക ഉദ്യോഗസ്ഥന്മാർ വ്യക്തമാക്കിയത്. അല്ല, തീർച്ചയായിട്ടും അത് തന്നെയാണ് ആദ്യം മുതൽ സൈന്യം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ 9 കേന്ദ്രങ്ങൾ ആക്രമിച്ചപ്പോൾ നമ്മുടെ പ്ലാനിങ്, എക്സിക്യൂഷൻ ഇതൊക്കെ മികച്ചതായിരുന്നെങ്കിലും നമ്മുടെ മാധ്യമങ്ങൾ അനാവശ്യമായി അനവസരത്തിൽ, അതായത് ഇന്ത്യ 9 ആക്രമിച്ചപ്പോൾ 900 ആക്രമിച്ചു, 286 ബോംബിട്ടു, ഇന്ത്യൻ സൈന്യം അഫ്ഗാനിസ്ഥാൻ അതിർത്തി വരെ എത്തി, ഇത്തരം മാധ്യമ തള്ളുകൾ നമ്മുടെ മലയാള മാധ്യമങ്ങളും നമ്മുടെ ഹിന്ദി മാധ്യമങ്ങളും ഇംഗ്ലീഷ് മാധ്യമങ്ങളും ആരും പിന്നിലായിരുന്നില്ല. ദേശാഭിമാനി വരെ ഇന്ത്യ കറാച്ചി പിടിച്ചെടുത്തു എന്ന് കഴിഞ്ഞ ദിവസം ന്യൂസ് കൊടുത്തിരുന്നു കണ്ടു. അപ്പോൾ ഇത്തരം മാധ്യമ സംസ്കാരം നിയന്ത്രിക്കുക എന്നുള്ളൊരു പ്രധാന കാര്യമാണ്. നമ്മുടെ സൈന്യം ചെയ്ത കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളിലെത്തിക്കുക എന്നുള്ളതിനപ്പുറം, അല്ലെങ്കിൽ സൈന്യം പുറത്തുവിടുന്ന കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളിലെത്തിക്കുക എന്നുള്ളതിനപ്പുറം ഇത്തരം കഥകൾ മെനയുകയും ജനങ്ങളുടെ ഉള്ളിൽ അമിത പ്രതീക്ഷകൾ ഉണ്ടാക്കുകയും നമ്മുടെ ഒരു ലക്ഷ്യം തന്നെ മാറിപ്പോകുന്ന രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തത് നമ്മുടെ മാധ്യമങ്ങളാണ്. എന്തായാലും ഇന്നത്തെ ഡീബ്രീഫോട് കൂടിയിട്ട് ഇക്കാര്യത്തിലുള്ള തീരുമാനമാവുകയും കൃത്യമായി എന്താണ് ഉദ്ദേശിച്ചത്, എന്താണ് നടന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ജനങ്ങളെത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കാം. അതായത് ഇപ്പോൾ അല്ലെങ്കിൽ ഒരു ഫുൾ സ്കെയിൽ വാർ എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ സംഗതിയൊന്നുമല്ല. എന്തായാലും ഇന്ത്യ എന്താണോ ഉദ്ദേശിച്ചത് അത് നേടിക്കഴിഞ്ഞു, അതിൽ യാതൊരു സംശയവുമില്ല.